നിങ്ങൾ ഉണ്ടാക്കിയതിൽ ബെസ്റ്റ് വീഡിയോ, ബെസ്റ്റ് ടോപ്പിക് ആൻഡ് ബെസ്റ്റ് തംബ്നെയിൽ, നല്ല എഡിറ്റിംഗ് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ആ വീഡിയോക്ക് ഒരു വ്യൂവും കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫ്രസ്ട്രേഷൻ വരുന്ന, മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയാണിത്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് പല ക്രിയേറ്റേഴ്സിനും അറിയില്ല. സോ ഒരു വീഡിയോക്ക് വ്യൂ വരാൻ കാരണമാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും അതിന് വ്യൂ വരാത്തതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നിങ്ങളൊരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തുക്കണോ എന്നുള്ളത് യൂട്യൂബ് നോക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഇനിയിപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തെങ്കിലും, നിങ്ങൾ ഒരു എഫേർട്ട് ഇല്ലാതെയാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തെങ്കിലും, അതൊന്നും യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്ററേ അല്ല. യൂട്യൂബ് നോക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ, നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് മിക്ക വീഡിയോസും ഫെയിൽ ആവുന്നതും ഇവിടെ തന്നെയാണ്. നിങ്ങളുടെ വീഡിയോയിൽ ഒരാൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ 5 സെക്കൻഡിനുള്ളിൽ തന്നെ ബാക്ക് അടിച്ച് മറ്റ് വീഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വീഡിയോസിന് വ്യൂസും റീച്ചും കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്ലോ ആയതും ക്യൂരിയോസിറ്റി ഇല്ലാത്തതും അതുപോലെ തന്നെ വാല്യൂ ക്ലിയർ അല്ലാത്തതുമായ ഇൻട്രോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 10 സെക്കൻഡിനുള്ളിൽ തന്നെ അയാൾ ബാക്ക് അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, അങ്ങനെ ഒരു വ്യൂവർ 5 സെക്കൻഡിൽ അല്ലെങ്കിൽ 10 സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ വീഡിയോ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ യൂട്യൂബ് ഒരാളിലേക്കും പുഷ് ചെയ്യില്ല. അതായത് റെക്കമെൻഡേഷൻ സ്റ്റോപ്പ് ദർ. സോ നിങ്ങളുടെ ആ ഫുൾ വീഡിയോ എത്രത്തോളം അടിപൊളിയാണെങ്കിലും നിങ്ങളുടെ ആദ്യത്തെ 5 സെക്കൻഡ് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ മുന്നോട്ട് പോവില്ല. ഈ ഒരു ആദ്യത്തെ 5 സെക്കൻഡ് ആ ഒരു വ്യൂവറെ നിങ്ങൾ പിടിച്ചിരുത്തി കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രശ്നമാണ് റിട്ടൻഷൻ. അതായത് ആ ഒരു വീഡിയോ എത്ര മിനിറ്റ് അല്ലെങ്കിൽ ആ വീഡിയോയുടെ എത്ര ഭാഗം വരെ ആ ഒരു വ്യൂവർ നിൽക്കുന്നുണ്ട് എന്ന കാര്യം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്യൂരിയോസിറ്റി ലൂപ്പുകൾ ഉണ്ടാക്കുക എന്നതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ക്യൂരിയസ് ആക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വിഷ്വൽസോ ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു വ്യൂവറെ നിങ്ങളുടെ വീഡിയോയിൽ പിടിച്ചിരുത്തണം. ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി ലൂപ്പുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ആ ഒരു വ്യൂവർ 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഷുവറായിട്ടും ബാക്കടിച്ച് പോയിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ് ബോറിംഗ് മിഡിൽ പാർട്ട്. അതായത് പല ആളുകളും തുടക്കത്തിലുള്ള ഹുക്ക് വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ വീഡിയോ മുന്നോട്ട് പോകും തോറും ആളുകൾ വളരെ ബോറായ ഒരു അവസ്ഥയിലേക്ക് മാറും. പല ആളുകളും വീഡിയോയുടെ തുടക്കത്തിലുള്ള ആ ഒരു 5 സെക്കൻഡ് നല്ല രീതിയിലുള്ള ഹുക്കൊക്കെ കൊടുക്കും, പക്ഷെ ഒരു വ്യൂവറെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോയുടെ പകുതി എത്തുന്ന സമയത്തായിരിക്കും അയാൾ തീരുമാനിക്കുക ഈ വീഡിയോ ഇനി മുന്നോട്ട് കാണണോ വേണ്ടയോ എന്നുള്ളത്. സോ ആ ഒരു മിഡിൽ പാർട്ടിൽ വീഡിയോ ബോറായി കഴിഞ്ഞാൽ ആ വ്യൂവർ എന്തായാലും വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകും. സോ നിങ്ങളുടെ വീഡിയോ ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആവരുത്. അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങൾ ആ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട് എന്ന ചിന്ത ആ വീഡിയോയുടെ അവസാനം വരെയും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഒരു വീഡിയോയുടെ റിട്ടൻഷൻ കുറയുമ്പോൾ യൂട്യൂബ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ, ഒരാളിതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് വേണ്ട വാല്യൂ ഈ വീഡിയോ കൺവേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇല്ല എന്നതാണ്. സോ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 5 സെക്കൻഡ് സ്ട്രോങ് ആക്കുക എന്നതാണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ വീഡിയോ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ വീഡിയോക്ക് മാച്ച് ആവുന്ന നിങ്ങളുടെ ഐഡിയ കൂടുതൽ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ടോപ്പിക്ക് കൂടുതൽ ക്ലാരിറ്റിയോടെ സംസാരിക്കുക. വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി അനാവശ്യമായ കാര്യങ്ങൾ ആഡ് ചെയ്യാതെ ആ ബോറിംഗ് പാർട്സ് എല്ലാം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. നിങ്ങളുടെ ഉദ്ദേശം ഒരൊറ്റ കാര്യമായിരിക്കണം, മാക്സിമം വ്യൂവറെ കൊണ്ട് നിങ്ങളുടെ വീഡിയോ മുഴുവൻ കാണിപ്പിക്കുക. സോ ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോക്ക് റിട്ടൻഷൻ ഇല്ലെങ്കിൽ ആ വീഡിയോ മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് അർത്ഥം. സോ നിങ്ങളുടെ വീഡിയോയോ വീഡിയോയുടെ ഐഡിയയോ മോശമായതുകൊണ്ടല്ല നിങ്ങളുടെ വീഡിയോസിന് വ്യൂ വരാത്തത്. ആളുകളെ പിടിച്ചിരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ വീഡിയോസൊക്കെ റൈറ്റ് ഓഡിയൻസിലേക്ക് പ്രോപ്പറായി എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ചാനലിനെ ഒരു നീഷ് ഫോക്കസ്ഡ് ആക്കി മാറ്റുക എന്നതാണ്. 2026 നിങ്ങളൊരു നീഷിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു റൈറ്റ് നീഷ് ചൂസ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സോ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.